ആത്മവിശ്വാസത്തിനുള്ള പ്രബോധനങ്ങൾ. ഒരു പൂർണ്ണമായ ഓക്ക് മരത്തിന്റെ മാതൃക ഒരു ചെറിയ അക്രോണിനുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്നതുപോലെ എന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ മാതൃകയും എന്റെയുള്ളിൽ ആദ്യമേ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ പൂർണ്ണമായ പദ്ധതി തടസ്സങ്ങളില്ലാതെ യാഥാർത്ഥ്യമാക്കാൻ ഞാൻ ശ്രമിക്കും. ഈ ദിവസത്തെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനാവശ്യമായ ശക്തിയും ബുദ്ധിയും എന്റെ ഉള്ളിലുണ്ട്. ഇന്ന് ഞാൻ പൂർണ്ണമായ വിശ്വാസത്തോടെ ജീവിക്കും. ആവശ്യം വരുമ്പോൾ ഈ ശക്തിയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഞാൻ എന്റെ ചിന്തകളെ പരിമിതപ്പെടുത്തില്ല. ഞാൻ ജീവിതവും ബുദ്ധിയും ആരോഗ്യവും സന്തോഷവും സമാധാനവും ശക്തിയുമാണ്. ഇതാണ് എന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന സത്യം. ഈ ഗുണങ്ങളെല്ലാം പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. എല്ലാ സാഹചര്യങ്ങളെയും നല്ലതായാലും മോശമായാലും വിജയത്തിനുള്ള ഉപകരണങ്ങളാക്കി ഞാൻ മാറ്റും. ഒരു ജേതാവിന്റെ ആത്മാവിനു മുന്നിൽ അപകടങ്ങൾ പോലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി കാണപ്പെടും. ദൈവിക സമൃദ്ധിയുടെ സൂര്യപ്രകാശം എന്റെ പരിമിതികളുടെ ഇരുണ്ട ആകാശത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ കുട്ടിയാണ്. ദൈവത്തിനുള്ളതെല്ലാം എനിക്കുമുണ്ട്. ദൈവത്തിന്റെ ശക്തിക്ക് അതിരുകളില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടുത്തെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനുള്ള ശക്തി എനിക്കുമുണ്ട്. ഓരോ വെല്ലുവിളിയും എന്റെയുള്ളിൽ ഇതിനകം തന്നെയുള്ള ശക്തിയെ പുറത്തുവിളിക്കാനുള്ള ഒരു വിളി മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ശക്തിയെ ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ കൂടുതൽ ശക്തനും വിവേകിയുമായി വളരുന്നു. ദൈവം അഥവാ നന്മ എല്ലായിടത്തും എല്ലായ്പ്പോഴും സന്നിഹിതനായതുകൊണ്ട് എന്റെ നന്മ എപ്പോഴും എന്നോടൊപ്പമുണ്ട്. അത് പ്രകടമാക്കാൻ ഞാൻ വിളിക്കുന്നത് കാത്തിരിക്കുന്നു. എനിക്കാവശ്യമുള്ളപ്പോൾ എനിക്കാവശ്യമായത് കൊണ്ടുവരാൻ സർവ്വവ്യാപിയായ നന്മയുടെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ടു പോകും. നിങ്ങളുടെ മാനസിക സ്തംഭനത്തിന്റെയും ഇടുങ്ങിയ ചിന്തകളുടെയും അടഞ്ഞ മുറിയിൽ നിന്ന് പുറത്തുവരിക. മറ്റുള്ളവരുടെ ചൈതന്യമുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ശ്വസിച്ചെടുക്കുക. ഭൗതികമായും ആത്മീയമായും പുരോഗമിക്കുന്ന മനസ്സുകളിൽ നിന്ന് മാനസിക പോഷണം നേടുക. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സൃഷ്ടിപരമായ ചിന്തകളിൽ അനിയന്ത്രിതമായി ആനന്ദിക്കുക. ആത്മവിശ്വാസത്തിന്റെ പാതകളിലൂടെ ദീർഘനേരം മാനസികമായി സഞ്ചരിക്കുക. നിരുത്സാഹം, അസന്തുഷ്ടി, നിസ്സഹായത എന്നിവയുടെ വിഷലിപ്തമായ ചിന്തകളെ പുറത്തേക്ക് വിടുക. വിജയത്തിന്റെ ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ചെടുക്കുക. ദൈവത്തിന്റെ സഹായത്തോടെ നിങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ബാറ്ററി റീചാർജ് ചെയ്യും. ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ ആനന്ദം ബോധപൂർവം അനുഭവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാനസിക സ്തംഭനം ബോധപൂർവം നശിപ്പിക്കാനും വർദ്ധിച്ചുവരുന്ന ആത്മീയ ആരോഗ്യവും വിവേകവും നേടാനും കഴിയും. എല്ലാ മാനസിക വിഷങ്ങളെയും ഇല്ലാതാക്കി നിശ്ചയദാർഢ്യം, ധൈര്യം, തുടർച്ചയായ മാനസിക പരിശ്രമം, ഏകാഗ്രത എന്നിവയുടെ ദിവ്യപോഷണം സ്വീകരിക്കുക. ഏറ്റവും വിഷമകരമായ പ്രശ്നങ്ങളെപ്പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ പഠിക്കാൻ കഴിയും. ബാഹ്യസ്വാധീനങ്ങൾ മനസ്സിലേക്ക് അരിച്ചെത്തി ആന്തരിക പരിതസ്ഥിതി രൂപപ്പെടുത്തുന്ന നിരവധി വഴികളുണ്ട്. അനാരോഗ്യകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ശീലം രൂപപ്പെടുത്തുന്ന ചിന്തകളുടെ ഒഴുക്കിലൂടെ താഴോട്ടൊഴുകാൻ അനുവദിക്കരുത്. നിങ്ങൾ